സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. എല്ലാ ജില്ലകളിലും പോളിംഗ് 75% കടന്നു. വൈകുന്നേരം വരെയുള്ള കണക്കുകൾ പ്രകാരം 75.75% രണ്ടാം ഘട്ടത്തിലെ ആകെ പോളിംഗ്. വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ്. കുറവ് തൃശ്ശൂരിലും. കഴിഞ്ഞ ഒരു മാസമായി നടന്ന ആവേശകരമായ പ്രചാരണത്തിന്റെ ചൂട് മലബാറിലെ പോളിംഗിൽ പ്രകടമായി. രാവിലെ മുതൽ തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തി. മലബാർ മേഖലയിൽ പൊതുവെ എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു. ചിലയിടത്ത് വോട്ടിംഗ് മെഷീൻ തകരാറിലായെങ്കിലും ഉടൻ തന്നെ പ്രശ്നം പരിഹരിച്ച് വോട്ടെടുപ്പ് തുടരാൻ സാധിച്ചു. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ ജില്ലകളിലും വോട്ടിംഗ് ശതമാനം 75-ന് മുകളിലാണ്. 78% കടന്ന വയനാട് ജില്ലയാണ് രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ശതമാനത്തിൽ ഒന്നാമത്. ഹരിതചട്ടം കർശനമായി പാലിച്ചതായും വോട്ടിംഗ് സംസ്ഥാനത്ത് സമാധാനപരമായിരുന്നുവെന്നും സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ പറഞ്ഞു. വളരെ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. 2,10,00,000-ലധികം വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിപൂർണമായും ഹരിതചട്ടം പാലിച്ചും പെരുമാറ്റച്ചട്ടം കർശനമായി പാലിച്ചുമാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തന്നെയായിരുന്നു LDFന്റെ മുഖ്യ പ്രചാരണ വിഷയം. തീവ്ര വർഗീയ കക്ഷിയായ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDF കൂട്ടുകെട്ടും വലിയ ചർച്ചയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളും രണ്ടാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തി. തെക്കൻ കേരളത്തിലെ 7 ജില്ലകളിൽ തിങ്കളാഴ്ച വോട്ടെടുപ്പ് പൂർത്തിയായിരുന്നു. ആദ്യഘട്ടത്തിൽ 70.91% പോളിംഗ്. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ഈ മാസം 21-ന് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ പുതിയ ഭരണസമിതി ത്രിതല പഞ്ചായത്തുകളിൽ ചുമതലയേൽക്കും. കൈരളി ന്യൂസ്, കോഴിക്കോട്.